ഇന്ന് നമുക്ക് പരിപ്പും ചീരയും കൂടി ഒലത്താം. അതിനാവശ്യമായ പരിപ്പാണ് എടുത്തേക്കണം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ചീരയുടെ തണ്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും 2-3 വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയുടെ വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. അതിനകത്തേക്ക് നമുക്ക് പരിപ്പും ചീരയുടെ തണ്ടും കൂടെ വേവിച്ച് വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ചീരയുടെ ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി മൂടി വേവിക്കാം. ഉപ്പും ചീരയുടെ ഇലയെല്ലാം കൂടെ ഇട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് മൂടി കുറച്ച് നേരം വെച്ച് വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് നമുക്ക് അത് ഇളക്കി എടുക്കാം. ചീരയും പരിപ്പും ഒലത്തിയത് റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത്